സമസ്ത ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. മാത്രമല്ല, ഒരു സംഘടന അതിൻ്റെ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് 100 വർഷം തികക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിലെ വളരെ വിസ്മയകരമായൊരു കാര്യമാണ്. ഇവിടെ ഒരു മതസംഘടനക്കും, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതസംഘടനക്കും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യമാണ്. അവരിൽ പലരും 30 കൊല്ലം കഴിഞ്ഞപ്പോൾ നയം മാറ്റി, 40 കൊല്ലം കഴിഞ്ഞപ്പോൾ നയം മാറ്റി. അവർ ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പിളർന്നു. എന്തെല്ലാം സംഭവങ്ങളാണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതസംഘടനകളെയും ഒരു ചെറിയ വിലയിരുത്തൽ നടത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഘടനകളെല്ലാം ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പിളരുകയോ വിഭാഗീയത ഉണ്ടാകുകയോ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരു ഭാഗത്ത് പറയും മൗദൂദിയായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ബന്ധമല്ല എന്ന് പറയും. അതേ ആളുകൾ തന്നെ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഇതേ മൗദൂദിയുടെയും അതേപോലെ ഇഖ്വാൻ മുസ്ലിമീന്റെ നേതാക്കന്മാരുടെ ഹസൻ ബന്ന പോലെയുള്ള ആളുകളുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചിട്ട് സമരം നടത്തുന്നു. അപ്പൊ മൗദൂദി കൂടെ ഉണ്ടോ അല്ലേ നോക്കാൻ ഉറപ്പില്ല. അപ്പൊ ഈ രീതിയിൽ സ്ഥാപക നേതാക്കളെ പോലും തള്ളിപ്പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് ബിദഈ പ്രസ്ഥാനങ്ങൾ മാറുകയാണ്. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുമ്പോൾ എന്താദർശമാണ് ഈ സമുദായത്തിന് മുമ്പിൽ പറഞ്ഞത്, അതേ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായിട്ട് അത് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ചെറുതല്ലാത്ത അസൂയയും കുശുമ്പും മറ്റു മതസംഘടനകൾക്ക് സ്വാഭാവികമാണ്.